ഹലോ യൂട്യൂബ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഡൊമിനോർ 250, അതായത് 2020 മോഡൽ ഡൊമിനോർ 250യുടെ ഒരു റിവ്യൂവും ചെറിയൊരു ഡ്രൈവിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ലാസ്റ്റ് വീക്ക് ഡെലിവറി എടുത്തതാണ് അവൻ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ റിവ്യൂവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവൻ എൻ്റെ ഒപ്പം വന്ന് ഇപ്പോൾ നമ്മൾ ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഫുള്ള് പാടാണ്, അത് അവിടെ നിൽക്കേണ്ട സൈഡിൽ. അപ്പോൾ നമുക്ക് ഈ ഡൊമിനോർ 250ക്കകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് 2019 ഡൊമിനോർ 400ൽ വരുന്ന സെയിം സൈലൻസറും അതേ രീതിയിലുള്ള എല്ലാ ഫീച്ചേഴ്സും അതേപോലെ തന്നെ. ആകെ നമുക്കിതിനകത്ത് വ്യത്യാസം വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് ടോട്ടലി നല്ല ഡിഫറൻസ് വരുന്നത്. 2019 400 മോഡലിനകത്ത് നമുക്ക് ഈ ഒരു ഏരിയയിൽ വരുന്നത് ഡിജിറ്റൽ കൺസോളാണ്. ഈ പറഞ്ഞ ഇവിടെ കാണിക്കുന്ന കുറച്ച് ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ അവർ ഇതിനകത്തേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല. അതേപോലെ തന്നെ ഇതിനകത്ത് ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ വരുന്നില്ല. അപ്പോൾ 2020 അല്ലെങ്കിൽ 2019 ഡൊമിനോർ 400നെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൽ കുറവ് വന്നിട്ടുള്ള കാര്യം ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഡിസ്കിൻ്റെ സൈസിന് ചെറിയ വ്യത്യാസം അവർ വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാം 400ൻ്റെ ടയർ കുറച്ചും കൂടി വൈഡായിട്ടുള്ളൊരു ടയറായിരുന്നു. അപ്പോൾ ടയറിനും കുറച്ച് ഡിഫറൻസ് വരുത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോഴുള്ള മേജർ ചേഞ്ചസ് വന്നിട്ടുള്ളത്. അതായത് 250 എഞ്ചിനിൽ ഒരു 25 bhp പവറാണ് ഇതിൻ്റെ എൻജിൻ കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് 250 ആണെന്ന് തോന്നില്ല. ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് അത്രയും റെസ്പോൺസീവാണ്. ഞാൻ ഈ വണ്ടി ഇന്നലെ ടെസ്റ്റ് ഡ്രൈവ് എടുത്തായിരുന്നു. അപ്പോൾ ഈ ടെസ്റ്റ് ഡ്രൈവ് എടുത്ത സമയത്ത് ഭയങ്കര റെസ്പോൺസീവായിട്ടാണ് തോന്നിയത്. എൻ്റെ വണ്ടി 400 ആണ്. അത് ഓടിക്കുന്നതും ഈ പറഞ്ഞ വണ്ടി ഓടിക്കുന്നതായിട്ടും വലിയ വ്യത്യാസം തോന്നുന്നില്ല. ചെറിയൊരു ലാഗ് ഉണ്ട്, പക്ഷേ ആ ഒരു വ്യത്യാസം നമുക്ക് കറക്റ്റായിട്ട് ഫീൽ ചെയ്യുന്നില്ല. അപ്പം ഇതാണ് നമ്മുടെ ഡൊമിനോർ 250യിൽ വന്നിട്ടുള്ള ചേഞ്ചസും കാര്യങ്ങളും. അതുപോലെ തന്നെ LED നമ്മളുടെ എന്താ പറയുക 2019 മോഡലിൽ വന്നിട്ടുള്ള സെയിം ഹെഡ്ലൈറ്റ് തന്നെയാണ് അവർ. പിന്നെ ഷോക്ക് അബ്സോർവറും അപ്പ് ആൻഡ് ഡൗൺ ഷോക്ക് അബ്സോർവർ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ അങ്ങനെ എടുത്തു പറയാൻ ടോട്ടലി നമുക്ക് ആ ഒരു 2019 ഡൊമിനോർ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഈ വണ്ടി. ഇപ്പം നമുക്കിത് 400 ആണോ 200 ആണോ 250 ആണോ എന്നുള്ളത് നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലാവില്ല. പിന്നെ എൻ്റെ വണ്ടി 2018 മോഡലാണ് ഡൊമിനോർ. അപ്പോൾ അതിനകത്തുനിന്ന് വ്യത്യാസമായിട്ട് വന്നിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവർ റൈറ്റ് സൈഡിലായിരുന്നു ഡിസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് നേരെ ലെഫ്റ്റിലേക്കാക്കി മാറ്റിയിട്ടുണ്ട് ഡിസ്ക് ഇപ്പോൾ ഫ്രണ്ടിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക ചേഞ്ചസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ സാഡിൽ ബാഗും കാര്യങ്ങളൊക്കെ ഞാത്താൻ വേണ്ടിയിട്ടുള്ളത് ഇപ്പോൾ ഉള്ളിലേക്ക് കയറ്റി വെച്ചേക്കാണ്. ഇവിടെ ഒരു 4 ഇത് വരുന്നുണ്ട്, എന്താ പറയുക ടൈ ചെയ്യാനുള്ളൊരു സംഭവം വരുന്നുണ്ട്. അതേപോലെ നമുക്ക് എന്താ പറയുക സെയിം ടാങ്ക്, സെയിം ഹാൻഡിൽ. ഇത് അതായത് ഈ മിററിൻ്റെ ഒരു കാര്യം മാത്രമാണ് 2019 മോഡലിൽ ഡിഫറൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത് 2018നെ കമ്പയർ ചെയ്യുമ്പോൾ. ബാക്കി കൺസോളും കാര്യങ്ങളൊക്കെ സെയിം. 2018 മോഡലിൽ എന്താണോ കൺസോള്, ആ സെയിം കൺസോളാണ് 2020 മോഡൽ 250cc ഡൊമിനോറിലും വരുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ ബാക്ക് ടയറിൻ്റെ സൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മെയിൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, വണ്ടി കുറച്ചും കൂടി സിറ്റി ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സിറ്റി ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്ത് പോകാനും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് അവർ ആ ഒരു ടയറിൻ്റെ സൈസ് കുറച്ചിട്ടുള്ളത്. പിന്നെ ഈ 250 എന്ന് പറയുന്ന സമയത്ത് കുറച്ചും കൂടി സിറ്റി ഫ്രണ്ട്ലിയാണ്. നമുക്ക് കുറച്ചും കൂടിയും അതിൻ്റെ ഗിയേഴ്സും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടിയും റിഫൈൻഡ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുവിധം ഹയസ്റ്റ് ഗിയറിലൊക്കെ ചിലപ്പോൾ സിറ്റിയിൽ ഓടിക്കാൻ പറ്റുമായിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള റിഫൈൻമെൻറ്റും അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് അതിൻ്റെ ഒരു പെർഫോമൻസ് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതിൽ കയറിയിരിക്കുമ്പോൾ തന്നെ നല്ല വൈഡായിട്ടുള്ളൊരു ഹാൻഡിൽ ബാറൊക്കെയാണ് അവർ കമ്പനി കൊടുത്തിട്ടുള്ളത്. നമുക്കൊരു റൈഡ് പോകുന്ന സമയത്ത് ഇതിന് കുറച്ചും കൂടി ഹൈറ്റ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈ ഒരു കുമ്പിട്ടിരിക്കാണ്ട് കുറച്ചും കൂടി പൊന്തിയിരിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ നമുക്ക് ഹാൻഡിൽ ബാർ വൈസൊക്കെ വെച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ വിൻഡ് വൈസർ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ നമുക്ക് ഈ വണ്ടി ജസ്റ്റ് നമുക്കൊന്ന് ഓടിച്ച് നോക്കാം.
സൈലൻസറിൻ്റെ സൗണ്ടൊക്കെ അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ല. ഇത് കാണാം. കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ 400 cc വണ്ടീനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ബ്രേക്ക്, അതായത് ബാക്ക് ബ്രേക്ക് കുറച്ചും കൂടിയും റിഫൈൻഡ് ആയിട്ടുള്ള പോലെ തോന്നുന്നുണ്ട്. കുറച്ചും കൂടി നമ്മൾ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് കുറച്ചും കൂടി വണ്ടി റെസ്പോൺസീവായിട്ട് നമുക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഹൈവേയിലൊക്കെ കുറച്ചും കൂടി നമുക്ക് അതൊരു കംഫർട്ടായിരിക്കും. ആ ഒരു സ്പീഡിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി കംഫർട്ടായിട്ട് നമുക്ക് ബ്രേക്കിങ് കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. നമുക്കിതിൻ്റെ ഒരു ടെക്നിക്കൽ സ്പെസിഫിക്കേഷനിലേക്ക് കൂടുതൽ പോകാം. ഇതിൻ്റെ എൻജിൻ വന്നിട്ടുള്ളത് 248.77 cc ഡിസ്പ്ലേസ്മെൻറ്റിലാണ് ഇതിൻ്റെ എൻജിൻ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതൊരു സിംഗിൾ സിലിണ്ടർ എൻജിനാണ്. ഇതിൻ്റെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു 27 PS 8500 RPM-ലാണ് ഇതിൻ്റെ ഒരു പീക്ക് പവർ ഇരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ടോർക്കും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 23.5 Nm, അതായത് ഒരു 6500 RPM-ലും നമുക്കൊരു അത്യാവശ്യം നല്ലൊരു മിഡ് പഞ്ച് തരുന്ന ഒരു ടോർക്കാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 2 സൈഡ് നമുക്ക് ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. പഴയ ഡോമിനാർ പോലെ തന്നെ ഫ്യൂവൽ കപ്പാസിറ്റി 13 ലിറ്ററാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ABS, അതായത് 250 സെഗ്മെൻറ്റിലും നമുക്ക് ഒരു ഡ്യുവൽ ചാനൽ ABS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ടാക്കോമീറ്ററും അതേമാതിരി ഫ്യൂവൽ ഗേജ്, ട്രിപ്പ് മീറ്റർ, അങ്ങനെയുള്ള എല്ലാ സംഗതികളും ഡിജിറ്റലായിട്ട് തന്നെയാണ് വരുന്നത്. അത് ഇപ്പം ഇതിൻ്റെ ഒരു ടെക്നിക്കൽ സ്പെസിഫിക്കേഷനിൽ നമുക്ക് ടയറിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടയർ കമ്പാരിറ്റീവ്ലി ചെറിയ ടയറാണ്. ഒരു 100/80 17 ഇഞ്ച് അതിലാണ് ഫ്രണ്ട് ടയർ വരുന്നത്. അതേപോലെ തന്നെ 130/70 ദെൻ 17 ഇഞ്ച്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ 2 ടയറുകളും വരുന്നത്. ഓഫ് കോഴ്സ് ട്യൂബ്ലെസ് ആയിട്ടുള്ളൊരു ടൈപ്പ് ടയറാണ് തരുന്നത്. അതേപോലെ തന്നെ 2 സൈഡും അലോയി ആണ് വരുന്നത്. ഫ്രണ്ട് ഡിസ്കിൻ്റെ ഒരു ഡയമീറ്റർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 300 mm ആണ് ഒരു ഡയമീറ്റർ തരുന്നത്. റിയർ ഡിസ്കിനാണെന്നുണ്ടെങ്കിൽ ഒരു 230 mm ആണ് ആ ഒരു ഇത് എന്താ പറയുക ഡയമീറ്റർ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കർവ് ചെയ്യണ സമയത്ത് ഇപ്പോൾ നമ്മൾ ഓടിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒടി ഭയങ്കരമായിട്ട് ആ പഴയ ഡോമിനാർ പോലെ തന്നെ ഒത്തിരി നമ്മൾ ഫുൾ റോഡ് എടുത്തിട്ടേ ഓടിക്കാൻ പറ്റത്തുള്ളൂ. ഈസി ആയിട്ട് നമുക്ക് ഫുൾ ഹാൻഡിൽ ഓടിയില്ല. അപ്പോൾ അങ്ങനെ ഒരു ഡ്രോബാക്ക് ഞാൻ കണ്ടു. പിന്നെ എന്താ പറയുക, ഈ വണ്ടിയുടെ ആ ഒരു ഇനീഷ്യൽ പഞ്ച് നല്ല രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് നല്ലൊരു പഞ്ച് കിട്ടുന്നുണ്ട്. പക്ഷെ അതൊരു മിഡ് റേഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പഞ്ച് നമുക്ക് അവിടെ കാണാനില്ല. ഒരു 6500 RPM കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അത് കറക്റ്റായിട്ട് ഫീൽ ചെയ്യും. പിന്നെ അങ്ങോട്ടൊരു ഇനീഷ്യൽ പമ്പ് നമുക്ക് അല്ലെങ്കിൽ ഒരു കിട്ടും. അപ്പോൾ ഒരു സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ്, ഒരു കോസ്റ്റോക്ക് ആയിട്ടുള്ള എഞ്ചിനാണ്, അതുകൊണ്ടായിരിക്കാം ആ ഒരു ഇത് വരുന്നത്. പക്ഷേ ഡോമിനോർ 2019 മോഡൽ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് BHP കൂടുതലാണ്, 40 BHP വരുന്നുണ്ട്. മേ ബി അത് ഓടിച്ചിട്ടുള്ള ഒരു ഇതുകൊണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു സെഗ്മെൻറ്റിൽ നമുക്ക് എന്താ പറയുക ബെസ്റ്റ് ഇൻ ക്ലാസ് പവറാണ് തരുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഡ്യൂക്ക് 250 എന്നുള്ള രീതിയിൽ. അപ്പോൾ ഡ്യൂക്ക് രണ്ടും 2 സെഗ്മെൻറ്റാണ് വണ്ടി. അതായത് അതൊരു ട്രാക്ക് മോഡ് വണ്ടിയാണ്, ഇതൊരു എന്താ പറയുക ടൂററാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസം നമ്മൾ എടുക്കാം. അപ്പോൾ ഇപ്പം ഞാൻ ഡ്രൈവ് ചെയ്തപ്പോൾ നമുക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടോ, അതായത് വണ്ടി നമുക്ക് എന്താ പറയുക അത്ര ഹെവി ആയിട്ട് തോന്നുന്നത് നമ്മൾ നിർത്തിയിട്ടിട്ട് നമ്മൾ ഈ പറഞ്ഞ മാതിരി പിന്നിലേക്ക് എടുക്കുക അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് വണ്ടി ഭയങ്കര ഹെവി ആയിട്ട് തോന്നുന്നത്. നോർമൽ രീതിയിൽ നമ്മൾ വണ്ടിയുമ്പോൾ കയറി ഇരുന്ന് വണ്ടി റണ്ണിങ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് നമുക്ക് യാതൊന്നും ഫീൽ ചെയ്യില്ല. വളരെ ഒരു ചെറിയ വണ്ടി നമുക്ക് സിറ്റിയിലൂടെ എങ്ങനെ ഓടിച്ചുകൊണ്ട് പോകാം. ആ ഒരു രീതിയിൽ ഇതിൻ്റെ വെയിറ്റ് ബാലൻസിങ് കുറച്ചും കൂടിയും എനിക്ക് അടിപൊളിയായിട്ട് തോന്നി. പിന്നെ ഇത് നമ്മൾ ഓടിക്കുന്ന സമയത്ത് ആ ഒരു എന്താ പറയുക വൈബ്രേഷനും കാര്യങ്ങളും പഴയ മോഡലുകളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ഈ ഡൊമിനാർ എന്താ പറയുക 250 കമ്പനിയുടെ സൈഡിൽ നിന്ന് നമുക്ക് തന്നിട്ടുള്ള കുറേ കാര്യങ്ങൾ.
അപ്പോൾ നമ്മളിനി അടുത്തൊരു മോഡൽ ഡൊമിനോർ 800 ആണ് കമ്പനിയുടെ കയ്യിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അറിയില്ല അവർ ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഈ ഒരു സെഗ്മെൻറ്റിൽ അവരുടെ എന്താ പറയുക ഏറ്റവും പ്രീമിയം ആയിട്ടുള്ളൊരു വണ്ടിയാണിത്. അപ്പോൾ നമ്മളെ എക്സ്പെക്റ്റേഷനും അതായത് കസ്റ്റമേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷനും ഓൾമോസ്റ്റ് അതേപോലെ തന്നെയാണ്. ഞാനൊരു 3 ഇയർ ആയിട്ട് ഇത് ഡൊമിനോർ 400 യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷനിലാണ് ഈ റിവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് നമ്മൾ. അപ്പോൾ ടോട്ടലി ഈ വണ്ടി ഞാൻ ഈ വണ്ടിയല്ല 400 എടുത്തതിന് ശേഷം നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത്രയും നല്ല രീതിയിലുള്ള സർവീസും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നുമുണ്ട്. അപ്പോൾ ഞാൻ എടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ ഒരു സീറ്റിംഗ് കുറച്ചും കൂടിയും എന്താ പറയുക സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടൈപ്പ് സീറ്റിംഗാണ് കൊടുത്തിട്ടുള്ളത്. പില്ലിയൻ സീറ്റ് അത്ര അടിപൊളിയല്ല, പക്ഷേ ഡ്രൈവർ സീറ്റ് നമുക്ക് കുറച്ചും കൂടിയും സോഫ്റ്റാണ്. അപ്പോൾ ലോങ് റൈഡൊക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സീറ്റിൽ കുറച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം നമുക്ക് എന്താ പറയുക നമ്മുടെ സ്ട്രെല്ല് പറയണ മാതിരി നിതംബങ്ങൾക്ക് നല്ല സുഖം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് കുറേ കഴിയുമ്പോഴേക്കും മടുപ്പ് വരും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു ഡിസ്കംഫർട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വണ്ടിയുടെ മെയിൻ കാര്യങ്ങൾ ഉള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ വണ്ടി അവൈലബിൾ ആയിട്ടുള്ള ഷോറൂമുകൾ നോക്കി നിങ്ങൾ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ വേണം വണ്ടി എടുക്കാൻ. അല്ലാതെ വീഡിയോ കണ്ടു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോയിട്ട് വണ്ടി എടുക്കരുത്. അത് ഈ വണ്ടി എന്നല്ല ഒരു വണ്ടി അതിൽ എടുക്കരുത്. നിങ്ങൾ പോയി ഓടിച്ച് നോക്കി നിങ്ങൾക്കത് കംഫർട്ടാണോ നോക്കിയിട്ട് വേണം നമ്മൾ ഓരോ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ളൊരു റിവ്യൂ ആണ്. ഇത് 100% എന്താ പറയുക ഇതിൻ്റെ വിശദാംശങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ള റിവ്യൂവും കാര്യങ്ങളൊന്നുമല്ല. വളരെ സിമ്പിളായിട്ട്, അതായത് നമ്മളെ ഒരു വണ്ടി എടുക്കാൻ പോകുന്ന ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാവുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ റിവ്യൂ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം തന്നെ ബെല്ലൈക്കൺ ഉണ്ട്, ബെല്ലൈക്കൺ ഞെക്കാൻ മറക്കരുത്. ബെല്ലൈക്കൺ ഞെക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ റിയലായിട്ട് വരില്ല. അപ്പോൾ എല്ലാവർക്കും നന്ദി ഈ വീഡിയോ കണ്ടതിന്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.